നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയം അടുത്തതോടെ UDF മുന്നണിയിൽ വീണ്ടും സീറ്റ് വിഭജനത്തിന്റെ ചൂട് പിടിച്ച ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് മിഷൻ 2025 പ്രഖ്യാപിക്കുമ്പോൾ ഘടകകക്ഷികളുടെ ഉള്ളിലിരിപ്പ് മറ്റൊന്നാണ്. തോൽക്കുന്ന സീറ്റുകൾ തരല്ലേ, അത് വലിയ കക്ഷിയായ കോൺഗ്രസ് തന്നെ എടുത്തോട്ടെ എന്ന മുദ്രാവാക്യമാണ് സഖ്യത്തിനുള്ളിൽ തന്നെ മുഴങ്ങുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ പ്രാദേശിക യുദ്ധത്തിൽ UDFന്റെ തന്ത്രങ്ങൾ എത്രത്തോളം ഐക്യമുള്ളതാണ് നമുക്ക് നോക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ട്രയൽ റൺ മാത്രമല്ല, 2026 അധികാരം പിടിച്ചെടുക്കാനുള്ള മിഷൻ 2026 ചവിട്ടുപടി കൂടിയാണ്. വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചും ഭവനങ്ങൾ സന്ദർശനം നടത്തിയും ഫണ്ട് പിരിച്ചുമൊക്കെ താഴെത്തട്ടിൽ ശക്തി തെളിയിക്കാനാണ് നീക്കം. ഇതോടെ എല്ലാ വീടുമായും പാർട്ടി നേതാക്കൾക്ക് ബന്ധമുണ്ടാക്കാനാകും എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. കുടുംബ സംഗമങ്ങൾ, വോട്ടർ പട്ടിക പുതുക്കൽ എന്നിവയെല്ലാം കൃത്യമായി നടത്തിയതിലാണ് ആത്മവിശ്വാസം. നറുക്കെടുപ്പ് കഴിഞ്ഞ സംഭരണ വാർഡുകളിൽ തീരുമാനമാകുന്നതോടെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കും. സ്ഥാനാർത്ഥികളെ വാർഡ് കമ്മിറ്റികൾ തീരുമാനിക്കണമെന്ന കർശന നിർദ്ദേശം റിബൽ ശല്യം എന്ന സ്ഥിരം തലവേദന ഒഴിവാക്കാനുള്ള ഒരു പ്രതിരോധ തന്ത്രമാണ്. എന്നാൽ തർക്കമുണ്ടായാൽ മേൽ കമ്മിറ്റി ഇടപെടും. അതായത് തർക്കം ഉറപ്പാണെന്ന് ചുരുക്കം. സീറ്റ് വിഭജന ചർച്ചകളിൽ UDFലെ ചെറുകിട കക്ഷികളുടെ നിലപാട് വ്യക്തമാണ്. തോൽവി കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം, വിജയം മാത്രം ഞങ്ങൾക്ക് മതിയെന്ന്. കേരള കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് കോട്ടയം, ഇടുക്കി മേഖലകളിലെ പഴയ സീറ്റുകളെല്ലാം വേണം. അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച എല്ലാ സീറ്റുകളും ഇത്തവണയും വേണം. കൂടുതൽ സീറ്റുകളും ആവശ്യപ്പെടും. ജില്ലാ കമ്മിറ്റികളായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഇടപെടലുകൾ നടത്തുക. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. മലബാറിലെ കുടിയേറ്റ മേഖലയിലേക്കും ഒരു നോട്ടമുണ്ട്. അത് കിട്ടിയാലും ഇരുകയും നീട്ടി സ്വീകരിക്കും. എന്തായാലും വേണ്ടാന്ന് പറയില്ല. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സീറ്റുകളുടെ എണ്ണം കൂടിയതിനാൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളെല്ലാം അവർക്കും ഇത്തവണ നിർബന്ധമാണ്. അതിൽ കോംപ്രമൈസ് ഇല്ല. പ്രാദേശിക പ്രശ്നങ്ങൾ അവിടെ തന്നെ പരിഹരിക്കണമെന്നാണ് താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിവതും സംസ്ഥാന നേതൃത്വം ഇടപെടില്ലെന്നാണ് സൂചന. 116 സീറ്റുകളാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് നോട്ടം. ഇടുക്കിയിലും പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി RSPയിലെ കാര്യം പറയാം. തട്ടകമായ കൊല്ലത്താണ് പാർട്ടിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2 ടേമിലും ഒരു MLA പോലും ഇല്ലാതെ ഇരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടി തെറ്റിയാൽ അതൊരു ഒന്നൊന്നര വീഴ്ചയായിരിക്കും. അങ്ങനെ പറയാൻ കാര്യമുണ്ട്. നിയമസഭയിലെ ഏക സീറ്റ് പോലും കോൺഗ്രസ് ഏറ്റെടുക്കുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നുണ്ട്. വെള്ളം കയറിയാൽ വീട് പോകും, തോറ്റാൽ സീറ്റ് പോകും എന്ന ഭീതിയോടെയാണ് അവർ ചർച്ചകളിൽ പങ്കെടുക്കുന്നതത്രേ. ദുബായിലുള്ള സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മടങ്ങിയെത്തുന്നതോടെ ചർച്ചകൾ സജീവമാകും. ഇനി മുസ്ലിം ലീഗിന്റെ കാര്യം. നിലവിലെ സീറ്റുകളിൽ നിർബന്ധമില്ല. പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് സീറ്റ് വെച്ചുമാറാനും തയ്യാറാണ്. വെച്ചുമാറുന്നത് എപ്പോഴും മികച്ച സീറ്റുകൾ ആയിരിക്കണം എന്നത് മുന്നണിയിലെ ഒരു ഓപ്പൺ സീക്രട്ടാണ്. വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം അടിത്തട്ടിൽ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ. കൃത്യമായ ഇടവേളകളിൽ ബൂത്ത് കമ്മിറ്റി നേതാക്കളെ വിളിച്ചുകൂട്ടി യോഗം. സീറ്റ് ചർച്ചകൾ പ്രാദേശിക തലത്തിൽ നടത്തണമെന്ന് കർശന നിർദ്ദേശവും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയം മാത്രമായിരിക്കണം മുഖ്യ മാനദണ്ഡം. ഇനി CMBയിലാണെങ്കിൽ സീറ്റുകളുടെ എണ്ണക്കൂടുതലിനപ്പുറം ജയിച്ച സീറ്റുകളെല്ലാം ഇത്തവണയും വേണം. ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ അധികം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടേ. അങ്ങനെ വെറുതെ സീറ്റൊന്നും വേണ്ട, ജയസാധ്യതയുള്ള സീറ്റ് തന്നെ കിട്ടണം. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മറ്റിടങ്ങളിലാണെങ്കിൽ പ്രാദേശികമായി പ്രഖ്യാപനം. റിബലുകളെ കഴിവതും ഒഴിവാക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള ഒരു അഭ്യർത്ഥന. സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെന്നും ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഫോർവേഡ് ബ്ലോക്കിന്റെ കാര്യത്തിലേക്ക് വരാം. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റ് അവർക്കും വേണം. തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ ഒന്നിലധികം സീറ്റിൽ കുറഞ്ഞ് ചിന്തിക്കുന്നതേയില്ല. അതായത്
ജില്ലാ കമ്മിറ്റികൾ UDF നേതൃത്വവുമായി ആലോചിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. വിവിധ സാമൂഹിക ഗ്രൂപ്പുകളെ പാർട്ടിയുടെ ഭാഗമാക്കി കരുത്ത് കാട്ടാനുള്ള ശ്രമങ്ങൾ അവിടെയും നടന്നു വരുന്നുണ്ട്. അടുത്ത് നമുക്ക് RMPയിലേക്ക് വരാം. വടകര മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലും കൂടുതൽ സീറ്റുകൾ അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അധികാരമുള്ള ഇടങ്ങളിൽ അത് നിലനിർത്താൻ സജീവ ഇടപെടൽ നടക്കുന്നുവെന്നാണ് വിവരം. കുന്നംകുളം നഗരസഭയിലും തളിക്കുളത്തും കഴിഞ്ഞ തവണ പാർട്ടി സ്വതന്ത്രമായി മത്സരിച്ചിരുന്നു. കുന്നംകുളത്ത് നിലവിൽ 3 അംഗങ്ങളുണ്ട്. ഇത്തവണ വടകരയ്ക്ക് പുറത്തും UDF സഖ്യത്തിനൊപ്പവും ചേർന്ന് മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പ്രത്യേക സാഹചര്യത്തിൽ പരമാവധി സീറ്റുകൾ UDFനൊപ്പം നിന്ന് മത്സരിക്കാൻ തന്നെയാണ് അസോസിയേറ്റ് മെമ്പറായ RMPയുടെയും തീരുമാനം. ചർച്ചകളിലേക്ക് കടക്കേണ്ട സമയമായിട്ടില്ലെന്നും സമയമുണ്ടെന്നുമാണ് കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് മാണി സി കാപ്പൻ പറയുന്നത്. രാജൻ ബാബു നേതൃത്വം നൽകുന്ന JSS, ജോണിന്റെ ദേശീയ ജനതാദൾ അടക്കമുള്ള കക്ഷികളും അർഹമായ സീറ്റുകൾ പ്രതീക്ഷിച്ച് മുന്നണിയിൽ തന്നെയുണ്ട്. ചുരുക്കത്തിൽ എല്ലാവർക്കും കൂടുതൽ സീറ്റും വേണം. കൂടുതൽ സീറ്റ് മാത്രമല്ല, കിട്ടുന്ന സീറ്റ് ജയിക്കുന്ന സീറ്റ് തന്നെ ആയിരിക്കണം. വാർഡ് പുനർവിഭജനത്തിലൂടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചതാണ് ഈ ഘടകകക്ഷി പോരിനുള്ള പ്രധാന കാരണം. ഓരോ വാർഡിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ഈ സമയത്ത് തോൽക്കുന്ന സീറ്റുകൾ പരസ്പരം തട്ടിക്കളിക്കുന്ന ഈ പ്രവണത UDF എന്ന മുന്നണിയുടെ ഐക്യമില്ലായ്മയെ തുറന്നു കാട്ടുന്ന ഒന്നാണ്. ഒരു ചെറിയ വാർഡ് പോലും തർക്കമില്ലാതെ വിഭജിക്കാൻ കഴിയാത്ത സഖ്യം എങ്ങനെ കേരളം ഭരിക്കുമെന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട്. മിഷൻ 2026 വിജയിക്കണമെങ്കിൽ കോൺഗ്രസ് ആദ്യം മിഷൻ 2025 ഘടകകക്ഷികളുടെ ഭയം ഇല്ലാതാക്കണം. ഇല്ലെങ്കിൽ തോൽക്കാത്ത കളി നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് തിരിച്ചടിയാകും. എന്തായാലും ഈ തർക്കങ്ങളെല്ലാം പരിഹരിച്ചിട്ട് വേണം പാവം കോൺഗ്രസിനൊന്ന് മത്സരിച്ച് ജയിക്കാൻ. ഇതെല്ലാം എപ്പോ പരിഹരിക്കാനാണെന്നൊരു ചോദ്യം കോൺഗ്രസിന്റെ മുന്നിലുമുണ്ട്. കുഴപ്പമില്ല, എല്ലാ 5 വർഷം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ പരിഹരിക്കപ്പെടുമായിരിക്കാം. അങ്ങനെ കോൺഗ്രസിന് ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക്, ഈ നടുമലയാളം.